മേക്ക് ഷുവർ യു ഡു നോട്ട് ഡു ലോ പ്രൊഫൈൽ മൂവീസ്. അതായത് കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് കളയരുത്. പ്രൊഡ്യൂസർ ആവാൻ ഞാൻ പറഞ്ഞു, ചാടി പുറപ്പെടരുത്. 10 പ്രാവശ്യം ചിന്തിക്കുക. ഏതെങ്കിലും പ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയുന്ന പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. കാരണം പടം എടുത്താൽ മാത്രം പോരാ, പടം വിൽക്കുകയും വേണം. സോ മേക്ക് ഷുവർ ഗൈസ്, നിങ്ങൾ മാക്സിമം പലിശയ്ക്ക് പൈസ എടുക്കാതിരിക്കുക. ഒരു പലിശക്കാരനും, ബോധമുള്ള ഒരു പലിശക്കാരനും ബാനർ വാല്യൂ ഇല്ലെങ്കിൽ, അത് ബാനർ വാല്യൂവിലാണ് ഈ പലിശ ചിലപ്പം തരുന്നത്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വാല്യൂവിലാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വാല്യൂ. നിങ്ങൾക്കൊരു 4 കോടി രൂപയ്ക്ക് പടം എടുക്കണമെങ്കിൽ 4 കോടി രൂപ പലിശ കിട്ടത്തില്ല. നിങ്ങൾക്കൊരു മാക്സിമം കിട്ടാൻ പോകുന്നത് 2 crore മാക്സിമം പൈസ. നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പടം പിടിക്കാൻ ഇറങ്ങി, എല്ലാം പലിശയ്ക്ക്, എല്ലാവരുടെയും നിന്നും പലിശയ്ക്ക് മേടിച്ച് കോൺട്രാക്റ്റ് ഒക്കെ എഴുതി കൊടുത്ത് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എ സൂപ്പ് സൂണർ ദാൻ ലേറ്റർ. അങ്ങനെ നിന്ന് പോയ പടങ്ങൾ ഒരുപാടുണ്ട്, സ്റ്റുഡിയോസിൽ കിടപ്പുണ്ട്. വെൽക്കം ബാക്ക് ടു ദ എപ്പിസോഡ് ഫ്രണ്ട്സ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണ് ഹൗ ടു ഫണ്ട് എ മൂവി. എങ്ങനെ പടം പ്രൊഡ്യൂസ് ചെയ്യാം, എങ്ങനെ പൈസ അറേഞ്ച് ചെയ്ത് നിങ്ങൾക്കൊരു പ്രൊഡ്യൂസറായി മാറാം. ഐ ആം ടാർഗറ്റിംഗ് ദിസ് വീഡിയോ ഫോർ ദി producers as well as the directors, all those guys, anybody who wants to become a producer. അതായത് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ കാശ് കാണും, പല ഡയറക്ടേഴ്സിൻ്റെ കയ്യിൽ ഒരു മൂവി ഓണാക്കി കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് വിശ്വാസം കാണും, പക്ഷേ അത് കഥ വായിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വാല്യൂ ഇല്ലാന്ന് പറഞ്ഞിട്ട് തള്ളി പോകാറുണ്ട്. ബട്ട് മേക്ക് ഷുവർ ഗൈസ്, ഞാൻ കേവിയേറ്റ് ആയിട്ട് പറയുന്നു, മേക്ക് ഷുവർ യു ഡു നോട്ട് ഡു ലോ പ്രൊഫൈൽ മൂവീസ്. അതായത് കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് കളയരുത്. പ്രൊഡ്യൂസർ ആവാൻ ഞാൻ പറഞ്ഞു, ചാടി പുറപ്പെടരുത്. 10 പ്രാവശ്യം ചിന്തിക്കുക. ഏതെങ്കിലും പ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയുന്ന പ്രൊഡക്ഷൻ മാനേജറുമായിട്ട് അസോസിയേറ്റ് ചെയ്യുക. കാരണം പടം എടുത്താൽ മാത്രം പോരാ, പടം വിൽക്കുകയും വേണം. ബിക്കോസ് എനിബഡി ക്യാൻ മേക്ക് എ മൂവി, വെരി ഫ്യൂ പീപ്പിൾ ക്യാൻ സെൽ ദ മൂവി. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്ത് പ്രത്യേകം പറയുവാണ്. ബിക്കോസ് ഇങ്ങനെയുള്ള അബദ്ധങ്ങളെല്ലാം ഫ്രണ്ട്സായിട്ട് ഡയറക്ടേഴ്സൊക്കെ ചേർന്ന് ഒരുപാട് പേര് ചെയ്യാറുണ്ട്. എനിക്കറിയാവുന്ന 1-2 പേര് എന്താ പറയുക, വസ്തുവും വീടും ഒക്കെ വിറ്റ് പോകേണ്ട അവസ്ഥ വന്നു, അതായത് അതിൻ്റെ കടം വീട്ടാൻ വേണ്ടി. സോ പ്ലീസ് ഗൈസ്, മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ജമ്പ് ഇൻ ടു ദാറ്റ് തിങ്. ഓക്കെ, ഈ എപ്പിസോഡിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്ന അടുത്ത ഫണ്ടിങ് ഓപ്ഷനാണ്, വിച്ച് ഈസ് കയ്യിലപ്പുറത്ത് തേങ്ങ പോലത്തൊരു സാധനമാണ്. ഐ വുഡ് റെക്കമെൻഡ് നോട്ട് ടു ഡു ഇറ്റ്, ഓർ ഇഫ് യു ഹാവ് ടു ഡു ഇറ്റ് അറ്റ് ദ ലാസ്റ്റ് മൊമെൻ്റ് ഓൺലി. അതായത് നിങ്ങൾക്കറിയാം, ഇൻഡസ്ട്രി ഈസ് ഫണ്ടഡ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. സോ വൺ ഓഫ് ദ ഫണ്ടിങ് ഈസ് ഡൺ ഈ പലിശയ്ക്ക് പൈസ എടുക്കുക എന്ന് പറയും, പലിശയ്ക്ക്. ഈ മൂവി ഇൻഡസ്ട്രിയുടെ ഫണ്ടിങ് പലിശ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പലിശയാണ്. സെൻട്രൽ ഗവൺമെൻറ് പറയുന്ന RBI റൂൾ പ്രകാരം മാക്സിമം 18% മേടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നു. ബട്ട് സം പീപ്പിൾ മേ ടേക്ക് 36% ഓർ 48%. ഇറ്റ്സ് അപ് ടു ദം. ഇറ്റ്സ് ബേസ്ഡ് ഓൺ യുവർ ലൈഫ് ലൈൻ. അതായത് നിങ്ങൾക്ക് ഒരു പടം തീർക്കണം, ഒരു രക്ഷയില്ല. നിങ്ങൾ സുഹൃത്തുക്കളുടെ പരിചയമുള്ള പലിശയ്ക്ക് കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ കാണുമല്ലോ. അവരെടുത്ത് പോകും, അവർ ഗ്രീഡിയാവും. അവർ പറയും എനിക്ക് 4 രൂപ പലിശ പെർ മന്ത് ഉണ്ടെങ്കിൽ എനിക്ക് പൈസ തരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കോൺട്രാക്റ്റൊക്കെ വെക്കും. കോൺട്രാക്ട് വെച്ച് പൈസ തരും. ബട്ട് യു ക്യാൻ ഇമാജിൻ ദാറ്റ് 4% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂവി 1 വർഷം റൺ ചെയ്താൽ 48% ആയി. എല്ലാ മൂവിയും ഒരു 1:1 റേഷ്യോ അല്ലെങ്കിൽ 1:1.5 റേഷ്യോ അല്ലെങ്കിൽ 1:2 റേഷ്യോ ഒന്നും അടിക്കണമെന്നില്ല. ഇഫ് യു ലെറ്റ്സ് സേ ദാറ്റ് യുവർ മൂവി മെയ്ഡ് 100 രൂപ നിങ്ങൾ മുടക്കിയപ്പം നിങ്ങൾക്ക് കിട്ടിയത് 120 രൂപയാണ്. അതായത് 20% ലാഭം കിട്ടിയുള്ളൂ. സോ 28% എവിടെ നിന്ന് വരും? നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകേണ്ട വരും. സോ മേക്ക് ഷുവർ ഗൈസ്, നിങ്ങൾ മാക്സിമം പലിശയ്ക്ക് പൈസ എടുക്കാതിരിക്കുക. അങ്ങനെ എടുത്ത് നിങ്ങൾ മൂവി ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഫ്യൂ ഓഫ് ദ തിങ്സ്. വൺ ഇസ് ദാറ്റ് ഒരു പലിശക്കാരനും, ബോധമുള്ള ഒരു പലിശക്കാരനും ബാനർ വാല്യൂ ഇല്ലെങ്കിൽ, അത് ബാനർ വാല്യൂവിലാണ് ഈ പലിശ ചിലപ്പം തരുന്നത്, അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് വാല്യൂവിലാണ്, അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് വാല്യൂ. ഇതൊന്നും ഇല്ലാതെ ഒരു പടത്തിന് ഒരാളും ഫണ്ട് തരത്തില്ല പലിശയ്ക്ക്. അത് 12% പെർ ആനം പലിശയാണെങ്കിൽ പോലും തരില്ല. ബിക്കോസ് ദ റിസ്ക് ഇസ് ടു ഹൈ. അതായത് മൂവിയുടെ റൈറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ പലിശയ്ക്ക് പൈസ എടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ എടുക്കുമ്പം സാറ്റലൈറ്റ് OTT ആൻഡ് തിയേറ്ററിക്കൽ റൈറ്റ്സ് ആണ് നിങ്ങൾ കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പൈസ എടുക്കുന്നു, ഷൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു,
എന്നിട്ട് നിങ്ങൾ അത് കച്ചവടം ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ ഡിസ്ട്രിബ്യൂഷനിൽ നിന്നോ സാറ്റലൈറ്റ് വെച്ചിട്ട് വിറ്റിട്ടോ ആണ് ഈ പൈസ നിങ്ങൾ കിട്ടാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് വിതൗട്ട് പേയിങ് ദ മണി യു കാൺ റിലീസ് ദ മൂവി. ബട്ട് ബുദ്ധിയുള്ള ഒരു പലിശക്കാരനും they don't give if you don't have a banner value, director value and artist value. താഴെക്കടയിലുള്ള ആർട്ടിസ്റ്റൊക്കെ ആണെങ്കിൽ അവർ തരില്ല. 1. 2, നിങ്ങൾക്കൊരു 4 കോടി രൂപയ്ക്ക് പടം എടുക്കണമെങ്കിൽ 4 കോടി രൂപ പലിശ കിട്ടത്തില്ല. നിങ്ങൾക്കൊരു മാക്സിമം കിട്ടാൻ പോകുന്നത് 2 crore ആണ് മാക്സിമം. അത് ബേസ്ഡ് ഓൺ ദി ആർട്ടിസ്റ്റ് വാല്യൂ ആണ്. 2 crore ആണ് കിട്ടാൻ പോകുന്നത്. ഐ വുഡ് റെക്കമെൻഡ് യു ഷുഡ് നോട്ട് ഈവൻ ടേക്ക് ദാറ്റ്. നിങ്ങൾ എപ്പം പലിശയ്ക്ക്, അതായത് എല്ലാ ഓപ്ഷൻസും, അതായത് നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ നിന്ന് ഫണ്ടിങ്ങും ഒക്കെ എടുത്തതിന് ശേഷം വേഴ്സ്റ്റ് കേസ് സിനാരിയോ, അതായത് നിങ്ങൾക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ തീർക്കാൻ ഒരു 4 കോടി രൂപയുടെ പടത്തിന് പോസ്റ്റ് പ്രൊഡക്ഷൻ തീർക്കാൻ നിങ്ങൾക്ക് ഒരു 25 ലക്ഷമോ 50 ലക്ഷമോ രൂപ വേണമെങ്കിൽ അത് മാത്രം നിങ്ങൾ എടുക്കാവൂ. കാരണം അതിൻ്റെ പലിശ വളരെ കുറവാണ്. പിന്നെ എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചലഞ്ചസ് ആണ്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ കയറുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് വെച്ചാൽ, നിങ്ങൾ സ്റ്റുഡിയോ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് സ്റ്റുഡിയോയില്ല, ഇപ്പം നല്ല സ്റ്റുഡിയോസൊക്കെ നിങ്ങളുമായിട്ട് വർക്ക് ചെയ്യും, കണ്ടന്റ് നിങ്ങൾക്ക് തരത്തില്ല. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ അവരുമായിട്ട് സ്റ്റുഡിയോസിനടുത്ത് ഓപ്പണായിട്ട് സംസാരിച്ചിട്ട് പറയുക, എൻ്റെ കയ്യിൽ പൈസ ഇല്ല പടം തീർക്കാൻ വേണ്ടി, ഞാൻ തീർത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഫണ്ട് തരാം, റിലീസിന് മുമ്പ് തരാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ കണ്ടന്റ്, ഇപ്പം ഡബ്ബിങ് തീർക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡമ്മി കണ്ടന്റ് ഇടാം. അതായത് ഒരു ഡബ്ബിങ് ആർട്ടിസ്റ്റിനെ വിളിച്ചിട്ട്, കൂടിയ ആളിനെ വിളിക്കണ്ട, ലോക്കൽ, അപ്പോൾ ഒരു ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കാണ്ട്, ആർട്ടിസ്റ്റിന് പൈസ കൊടുക്കാതെ ഡബ്ബിങ്ങിന് അവർ വരത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേറൊരാളെ വെച്ചിട്ട് ആർട്ടിസ്റ്റിന് വോയിസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റീരിയോ ഔട്ട് എടുക്കുക. ഈ സ്റ്റീരിയോ ഔട്ടിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ്സും സംസാരിക്കാം, നിങ്ങൾക്ക് സെൻസറും ചെയ്യാം. ബിക്കോസ് ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾക്ക് മമ്മൂക്കയാണ് നിങ്ങളുടെ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പറയുവാണ്, എടാ എൻ്റെ പൈസ നിങ്ങൾ സെറ്റിൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഡബ്ബിങ് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആരെങ്കിലും വെച്ചിട്ട് ആ വോയിസ് ഡബ് ചെയ്ത് കംപ്ലീറ്റ് പ്രൊജക്ട് അത് കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റീരിയോ ഔട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ബിസിനസ് സംസാരിക്കാം. കാരണം ബിസിനസ് സംസാരിക്കുന്നവർക്കും അറിയാം, മമ്മൂട്ടി ഡബ് ചെയ്യാൻ വരും, ഇത് മമ്മൂട്ടിയുടെ വോയിസ് ആയിരിക്കും ഇവിടെ. പക്ഷേ ഡയലോഗ്സും ആ ബാക്ക്ഗ്രൗണ്ടും എല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ഇൻട്രസ്റ്റിന് ഫണ്ട് എടുക്കുന്നത് ട്രൈ നോട്ട് ടു ഡു ഇറ്റ്, ആൻഡ് ട്രൈ ഇറ്റ് ഈവൻ ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ്, ട്രൈ ഫോർ മാക്സിമം 10 or 15% ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ദ മൂവി, ആൻഡ് ദാറ്റ് ടു അറ്റ് ദ ലാസ്റ്റ് സ്റ്റേജ്. അതായത് പടത്തിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിൽ കയറുമ്പം നിങ്ങൾക്ക് ഡബ്ബിങ്ങിൻ്റെ പൈസ, അതായത് ആർട്ടിസ്റ്റ് റെമ്യൂണറേഷൻ കൊടുക്കാതെ ഡബ്ബിങ്ങിന് വരില്ല എന്ന് പറയുന്ന സമയത്ത് മാത്രമേ നിങ്ങൾ അങ്ങനെയുള്ള ഫെസിലിറ്റി അവൈലബിൾ ആണെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറയുന്നത് നിങ്ങളുടെ ബന്ധുക്കാർ തന്നെ കാണും, ഈ FD ഒക്കെ ഇട്ടേക്കുന്ന ആൾക്കാർ കാണും. അപ്പോൾ അവർ പറയും, എടാ എൻ്റെ FD ഉണ്ട്, FD പൊട്ടിക്കാൻ പറ്റത്തില്ല, ഇനി ഇൻട്രസ്റ്റ് ഇടുവാണെങ്കിൽ തരാം. അപ്പം വളരെ ചുരുക്കം ആൾക്കാർ, ഇപ്പോൾ FDക്ക് അഗൈൻസ്റ്റ് ലോൺ എടുത്താൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അവർക്ക് 8% കിട്ടുന്നെങ്കിൽ അവർക്ക് ലോൺ ഇൻട്രസ്റ്റ് 10% ആയിരിക്കും. +2 ആണ് നോർമലി എല്ലാ ബാങ്ക്സും ചാർജ് ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അവർ ഞങ്ങളൊരു സേഫ് ഇനഫ് ബെറ്റിന് അവർ പറയും, എടാ എനിക്ക് 10 രൂപ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, പിന്നെ പ്രോസസ്സിങ് ചാർജസ് ഒക്കെ കാണുമല്ലോ, ലോൺ പ്രോസസ്സിങ് ചാർജസ് കാണും, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 15% വേണമെന്ന് പറയും. അപ്പോൾ അത് നിങ്ങൾ ലാസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ഈ ആർട്ടിസ്റ്റിനെയൊക്കെ സെറ്റിൽ ചെയ്ത് നിങ്ങളുടെ കണ്ടന്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമേ അത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മൊത്തം പൈസ, നിങ്ങളുടെ കയ്യിൽ 5 പൈസ ഇല്ലാതെ പടം പിടിക്കാൻ ഇറങ്ങി എല്ലാം പലിശയ്ക്ക്, എല്ലാവരുടെയും നിന്നും പലിശയ്ക്ക് മേടിച്ച് കോൺട്രാക്റ്റൊക്കെ എഴുതി കൊടുത്ത് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ എ സൂപ്പ് സൂണർ ദാൻ ലേറ്റർ. അങ്ങനെ നിന്ന് പോയ പടങ്ങൾ ഒരുപാടുണ്ട്, സ്റ്റുഡിയോസിൽ കിടപ്പുണ്ട്, ഇഷ്ടംപോലെ പടങ്ങൾ നിന്ന് പോയ പടങ്ങളുണ്ട്. അത് ആ സ്റ്റോറി പുറത്തേക്ക് വരാറില്ല. അതായത് 300-400 മൂവീസ് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ അതിനകത്ത് ഒരു 10-20% നിന്ന് പോകും പടം. അത് സ്റ്റുഡിയോസിൽ ഹാർഡ് ഡ്രൈവിൽ ഇരിപ്പുണ്ട് ഇപ്പോഴും, ഷൂട്ടിംഗ് പകുതിയായ പടങ്ങൾ, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. സോ അങ്ങനെ ഒരു കാറ്റഗറിയിലേക്ക് നിങ്ങൾ കയറാതിരിക്കുക. സോ ഗൈസ്, വെൻ യു ടേക്ക് ദർ ഫണ്ടിങ് ഫോർ ഇൻട്രസ്റ്റ്, മേക്ക് ഷുവർ ഞാൻ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് സെഗ്മെൻറ്റിൽ മാത്രം മേടിക്കുക, മാക്സിമം ഇൻട്രസ്റ്റ് നെഗോഷിയേറ്റ് ചെയ്യുക, കൊടുക്കാൻ പറ്റുന്നത് മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. അതും ഷോർട്ടർ ഡ്യൂറേഷൻ, അതായത് ലാസ്റ്റ് 3 months 4 months അല്ലെങ്കിൽ 5 months കൊണ്ട് നമുക്കത് സെറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന സാധനം മാത്രം എടുക്കാവൂ. പൈസ ഫ്രീ ആയിട്ട് കിട്ടുന്നു എന്നും പറഞ്ഞുകൊണ്ട് പലിശയ്ക്ക് പൈസ എടുത്ത് ഇറങ്ങാൻ പാടില്ല. പിന്നെ ഡയറക്ടേഴ്സിനടുത്ത് പ്രൊഡ്യൂസേഴ്സിനടുത്ത് പ്രത്യേകം പറയുന്നു, ആർട്ടിസ്റ്റ് വാല്യൂ, Tier 1 Tier 2 ആർട്ടിസ്റ്റിനെ വെച്ചിട്ടുള്ള പടമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ കിട്ടും.
Tier 3, 4, 5 അങ്ങനെയൊക്കെയുള്ള നടന്മാരാണെങ്കിൽ ഒരു രക്ഷയില്ല. അതായത് സാറ്റലൈറ്റ് വാല്യൂ, OTT വാല്യൂ ഇല്ലാത്ത നടന്മാർ, അതുപോലെ തിയേറ്ററിൽ ബിസിനസ് നടക്കാത്ത നടന്മാർ, ഇങ്ങനെയുള്ള ആൾക്കാരെ വെച്ചിട്ടുള്ള മൂവീസിലാണെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് കിട്ടത്തുമില്ല. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ബിസിനസ് നടത്താനും പറ്റത്തില്ല. സോ ബി കെയർഫുൾ ഇൻ ദാറ്റ് റിഗാർഡ്. ഞാൻ എന്തായാലും എപ്പിസോഡ് ചെയ്യുന്നുണ്ട്. ഐ വിൽ ഡു ആൻ എപ്പിസോഡ് വൈ മൂവീസ് ആർ ബീങ് പ്രൊഡ്യൂസ്ഡ്. പല ആൾക്കാർക്കും അറിയാത്തൊരു സാധനമുണ്ട്, എന്തിനാണ് ഈ പടങ്ങളെല്ലാം പിടിക്കുന്നത്. പടം പൊട്ടുന്നു. പല പ്രൊഡക്ഷൻ ഹൗസ് നിങ്ങൾ കണ്ടിട്ടില്ലേ, പടങ്ങളെല്ലാം ഫ്ലോപ്പാണ്, എന്നാലും പടം പിടിച്ചുകൊണ്ടേയിരിക്കുന്നു. ദർ ഇസ് എ റീസൺ ബിഹൈൻഡ് ഇറ്റ്, വൈ ദേ ഡു ഇറ്റ്. ഞാൻ ഡെഫിനറ്റായിട്ട് ആ പോർഷൻസ് കവർ ചെയ്യാം. മൂവി എന്തുകൊണ്ട് പിടിക്കണം, വൈ പീപ്പിൾ ആർ പ്രൊഡ്യൂസിങ് മൂവീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കപ്പിൾ ഓഫ് എപ്പിസോഡ്സ് തന്നെ ഞാൻ ചെയ്യാം. കാരണം കോമൺ പീപ്പിളിന് മനസ്സിലാവാത്ത ബിസിനസ് ഏരിയയാണ് ഈ മൂവി പ്രൊഡക്ഷൻ. ഇപ്പോൾ ഒരു കാരണവശാലും പിടികിട്ടത്തില്ല. പിന്നെ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ എപ്പോഴും പറയുന്നു, please make sure whatever financial advice I give you, go back and check with your chartered accountant, your fiduciary, financial consultant. ഇവരുമായിട്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഡിസിഷൻ എടുക്കാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് മൂവി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഫണ്ട് അറേഞ്ച് ചെയ്യാൻ വേണ്ടി ഒന്നും ചാടി പുറപ്പെടരുത്. Please do not do it, and please don't blame me if something goes wrong. So guys, thank you for the subscription, likes, shares and everything. We will definitely see you in the next episode. നെക്സ്റ്റ് എപ്പിസോഡ്സ്, കപ്പിൾ ഓഫ് എപ്പിസോഡ്സ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി ആർട്ടിസ്റ്റ്, മൂവിയിൽ എങ്ങനെ ആർട്ടിസ്റ്റ് വരാം, കളർ ടോണിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ട്. ഏതൊക്കെ കളർ ടോൺസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യണം. ഞാൻ സേഫ് ബെറ്റായിട്ട് മൂവി എടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പം സേഫ് ബെറ്റായിട്ടുള്ള കളർ ടോൺസ് ഏതൊക്കെയാണ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എന്തിനാണ് നിങ്ങൾ മൂവി പിടിക്കേണ്ടത്, വാട്ട് ആർ ദ റീസൺസ് വൈ മൂവി ഈസ് ബീങ് പ്രൊഡ്യൂസ്ഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ എപ്പിസോഡ്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഡീറ്റെയിൽഡായിട്ട് പോയി ഡിസ്ട്രിബ്യൂഷൻ, മാർക്കറ്റിംഗ് അടക്കം കയറിയിട്ടേ പോകത്തുള്ളൂ. പിന്നെ എനിക്കൊരു ഫുൾ ടൈം പണിയുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേണം ഈ വീഡിയോ റെക്കോർഡിങ് ചെയ്യാൻ വേണ്ടി. ഏർലി മോർണിംഗ്സ് വന്നിരുന്നിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്, ഒറ്റയടിക്ക് ഇങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. ഒറ്റയടിക്ക് എങ്ങനെയാണ് പറഞ്ഞു കഴിക്കുന്നത്? ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് എപ്പിസോഡ്, ഇറ്റ്സ് എ ബിഗ് തിങ്. നിങ്ങൾ ഇതിനു മുമ്പ് കേൾക്കാത്ത പല കാര്യങ്ങളും ഐ ബിലീവ് യു മൈറ്റ് ഹാവ് ഹേർഡ് ഇറ്റ് ഫ്രം മൈ വീഡിയോ. സോ ഇത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞു പോയി. ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങളൊരു നല്ല പ്രൊഡ്യൂസറായിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർ, കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ആവാം, ഒരു ഇൻവെസ്റ്റർ ആവാം. You definitely can do it. So my intention is make sure two new breed of directors and technical crews come forward into the industry. Second is that new producers, co-producers and investors comes into the industry with calculated റിസ്ക് ഉണ്ട്, പക്ഷെ കാൽക്കുലേറ്റ് ചെയ്ത് റിസ്ക് എടുക്കാൻ പറ്റുന്നവർ, കൈപൊള്ളി ഇവിടെ തിരിച്ചു പോകുന്ന ആൾക്കാരല്ല. സോ എനിവേ ഗൈസ്, താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.